ഗുഡ് മോർണിംഗ് സാർ. പാവപ്പെട്ടൊരു കുഞ്ഞിനെ അവിടെ മഞ്ഞിൽ നിർത്തിയത് നിങ്ങൾക്ക് ദൈവം ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ ക്രിസ്മസ് ആയിക്കൊണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് കപ്പിൾ. സോ വി ഹാവ് ബോത്ത് ഓഫ് ദം വിത്ത് us today. ആൻഡ് ഇതൊന്നും ഇതൊക്കെ സാധനങ്ങളായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ വരാറായപ്പോഴത്തേക്ക് ഇവരൊന്ന് കുറച്ചതാണ്, കാരണം ഞാൻ അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ സാധാരണ എത്ര മണിക്കാണ് ഇവിടെ വരാറ്? ശരിക്കും ഒരു 5:30 കഴിയുമ്പോൾ എത്തും. ക്ലാസ് തുടങ്ങുന്നത് എപ്പോഴാണ്? ക്ലാസ് എന്നാണോ ഇതിന് പറയുന്നത്, സെഷൻ എന്നാണോ ഇതിന് പറയണ്ടേ? ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ക്ലാസ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വട്ടിയൂർക്കാവാണ്. ആദ്യമായിട്ടാണ് വട്ടിയൂർക്കാവായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ജിംനാസ്റ്റിക്സ് ആണ്? ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഈ വെയിറ്റ് ട്രെയിനിങ്ങും ജിമ്മൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് നാളെ ആയുള്ളൂ നമ്മൾ ഇങ്ങനെ ഒരു പാഷൻ നമുക്ക് തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ആൾക്ക് തുടങ്ങിയിട്ട് ആൾ എന്നെ വലിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം എന്താ പറയാ, നമുക്ക് ജിമ്മൊക്കെ ചെയ്യുന്നത് കുറച്ച് മടി പിടിക്കും ചെയ്യാനായിട്ട്. കൂടെ ആരും വർക്ക് ചെയ്യാനില്ല, തനിയെ ചെയ്യണം. ഇത് പിന്നെ ഈ എല്ലാരെയും കാണുമ്പോൾ ഉണ്ടല്ലോ, ഓക്കെ, സന്തോഷം. ഡാൻസ് രണ്ടുപേരും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ജിം എന്ന് പറഞ്ഞാൽ ഒരേ റുട്ടീൻ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്തിട്ട് ഇതിനൊരു എൻഡില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളും പുതിയ പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ ബേസിക്കലി ഇതിനകത്ത് ഇതൊരു ടീം വർക്കാണ് ടോട്ടൽ. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു രസമാണ്. ഈ കുട്ടി മുതൽ ഏറ്റവും വലിയ ആളുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ശരിക്കും കേരളത്തിലോ വേറെ എങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, 15 വയസ്സിന് താഴെയുള്ള ആളുകളെ മാത്രമേ ജിംനാസ്റ്റിക്സ് പഠിപ്പിക്കുള്ളൂ. ഇവിടെ മാത്രമാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഈ അഡൽസിനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ എനിക്കിപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ബോഡി അധികം ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അപ്പം നമുക്ക് വന്ന് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണോ? ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാതിരുന്ന ആളാണ് ഞാൻ. ഈ ഡാൻസറായി ജോയിൻ ചേട്ടനോ? ഫ്ലെക്സിബിലിറ്റി അല്ല, നമുക്ക് എന്താ സ്ട്രെച്ചോ ഇപ്പോഴും ഫുൾ സ്ട്രെച്ച് ആയിട്ടില്ല. ഞാൻ 3 months ആയുള്ളൂ. എന്നിട്ട് തന്നെ ഇപ്പം 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ കണ്ടായിരുന്നു, ഒരു കാലം അവിടെ ഒരു കാലം അപ്പുറത്ത് ഇരിക്കുന്ന കണ്ടായിരുന്നു. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കിയത്, സാധാരണ ഞാനൊരു ഡേവിഡ് സാറിൽ ഏത് സാറിൻ്റെ കൂടെ പോയാലും ജിമ്മിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പറഞ്ഞ പോലെ സെയിം റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ ഡേവിഡ് സാറ് തുടങ്ങുന്നതും. ഇതിന് നമുക്കൊരു മെസ്സേജും കൂടെ കിട്ടി, അതായത് നമുക്കറിയില്ലാത്തൊരു കാര്യം കൂടെ കിട്ടി. അതായത് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഏത് പ്രായത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്രാക്ടീസിലൂടെ. അപ്പോൾ അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് രണ്ടുപേരും കൂടെ ഉള്ളത്. ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ ഇത് തന്നെ ഒരു ശരിക്കും ഞങ്ങളുടെ സെഷൻ ശരിക്കും തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ നമ്മുടെ ഹോൾ ടീം നമ്മുടെ ഇത് വെച്ചിട്ട്, കാരണം ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് വാമപ്പ് ബാക്കിയുള്ള പിള്ളേരോട് ചോദിക്കട്ടെ, ഇവർ എത്രയാണ് അവരെ ചവിട്ടുന്നുണ്ട് ചോദിക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് അവരുടെ തരുന്നത്. അപ്പോൾ നടക്കട്ടെ, വേഗം തീർക്കണം, എന്നിട്ട് വേണം നമുക്കിനി ബാക്കി ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ശരി.